ലോകം അറിയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആകുക, ഒരു ഫാഷൻ ഡിസൈനർ ആകുക, മികച്ചൊരു യൂട്യൂബർ ആകുക തുടങ്ങി നിരവധി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകും. എന്നാൽ ഈ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമ്മെ പലപ്പോഴും സമ്മർദ്ദത്തിലാക്കും. ഇത്തരം സന്ദർഭത്തിലാണ് ടൈനി എക്സ്പെരിമെന്റിന്റെ പ്രസക്തി. പരാജയത്തെക്കുറിച്ചുള്ള സമ്മർദ്ദമോ ഭയമോ ഇല്ലാതെ ലക്ഷ്യം നേടാൻ ടൈനി എക്സ്പെരിമെന്റ് നമ്മെ സഹായിക്കും. ഇന്നത്തെ വീഡിയോയിൽ ആൻ ലോർ ലേ കഫിന്റെ ടൈനി എക്സ്പെരിമെന്റ് എന്ന ബുക്കിന്റെ സമ്മറിയാണ് നാം മനസ്സിലാക്കുന്നത്. ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് മാറ്റം സൃഷ്ടിക്കാൻ സഹായിക്കുന്നത് എന്നതാണ് ഈ ബുക്കിന്റെ സാരാംശം. ടൈനി എക്സ്പെരിമെന്റ് എന്നാൽ നിങ്ങളുടെ ഗോൾസിനെ ചെറിയ പരീക്ഷണങ്ങളായി കാണാൻ ശ്രമിക്കുക. ഒരാഴ്ചയോ ഒരു മാസമോ നീണ്ടു നിൽക്കുന്ന ചെറിയ പരീക്ഷണങ്ങളായി അവയെ മാറ്റുക. നിങ്ങളൊരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം തന്നെ വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറ, ലൈറ്റ് വാങ്ങുക, മൈക്ക് വാങ്ങുക എന്നിവയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം ഫോണിൽ ഒരു 15 മിനിറ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെറിയ പരീക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ ചെറിയൊരു പരീക്ഷണം ഇവിടെ സമയം നഷ്ടമാകുമോ എന്ന ഭയമില്ല, പരാജയപ്പെട്ടാലോ എന്ന ആശങ്കകളില്ല. കാരണം ഇവിടെ നിങ്ങൾ ഫുൾ ടൈം യൂട്യൂബിനായി ഉപയോഗിക്കുന്നില്ല. പഠിക്കുന്നതിന്റെ കൂടെ 1 മണിക്കൂർ, ജോലിക്ക് ശേഷമുള്ള 1 മണിക്കൂർ ഇവിടെ യൂട്യൂബിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് പരാജയത്തെക്കുറിച്ചുള്ള ഭയമില്ലാതെ പരീക്ഷണങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കുന്നു. ഈ ചെറിയ പരീക്ഷണങ്ങളിലൂടെ ഒരു എക്സ്പെരിമെന്റ് മൈൻഡ് ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നു. ആദിമകാലം മുതലേ മനുഷ്യൻ പരീക്ഷണങ്ങളിൽ തൽപരരാണ്. തീ കണ്ടുപിടിച്ചത് മുതൽ മനുഷ്യന്റെ പരീക്ഷണങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ വിമാനം മുതൽ ആധുനിക ടെക്നോളജിയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഉൾപ്പെടുന്നു. പരീക്ഷണങ്ങളാണ് മനുഷ്യന്റെ കഴിവിന് കൂടുതൽ ശക്തി പകരുന്നത്. പരാജയത്തിന്റെ ഭയമില്ലാതെ മുന്നോട്ട് കുതിക്കാനും നമ്മെ ഊർജ്ജസ്വലരാക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ ചെറിയ പരീക്ഷണവും നമ്മെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സഹായിക്കുന്നു. പലപ്പോഴും ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ നാം നിരാശരാകുന്നു. എന്നാൽ ഈ ബുക്ക് നമ്മെ പഠിപ്പിക്കുന്നത് പരാജയത്തെ ഒരു ഡേറ്റയായി കാണാനാണ്. എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഒരു പരാജയത്തിന്റെ കഥ പറയാനുണ്ടാകും. എന്നാൽ ലോകം പലപ്പോഴും സക്സസ് മാത്രമാകും കാണാൻ ശ്രമിക്കുക. ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്കിത് കാണാൻ സാധിക്കും. ഹെൻറി ഫോർഡ് തന്റെ ആദ്യ കാർ നിർമ്മിച്ചപ്പോൾ അതിൽ റിവേഴ്സ് ഗിയർ ആഡ് ചെയ്യാൻ മറന്നുപോയി. എഡിസൺ ബൾബ് നിർമ്മിക്കുന്നതിനായിട്ടുള്ള പരീക്ഷണങ്ങളിൽ 10,000-ത്തിലധികം തവണ അദ്ദേഹം പരാജയപ്പെട്ടു. എന്നാൽ ഒരിക്കലും അദ്ദേഹം നിരാശനായില്ല. ബൾബ് നിർമ്മിക്കാൻ സാധ്യമല്ലാത്ത ഒരു വസ്തു കൂടി കണ്ടെത്താനായല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താഗതി. ഇവരെല്ലാം പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഓരോ പരീക്ഷണങ്ങളിലും ഒരു പരാജയങ്ങളുണ്ട്. പക്ഷേ വ്യത്യാസം എന്തെന്നാൽ ഇവയോരോന്നും തങ്ങളുടെ പരാജയത്തെ നിരാശരായി ഇരിക്കാതെ ഓരോ പരാജയത്തെയും ഓരോ ഡേറ്റയായി കണ്ടു. യു ക്യാൻ ലേൺ സോ മെനി തിങ്സ് ഫ്രം യുവർ ഫെയിലിയർ. പരാജയപ്പെടുമ്പോഴും അതിൽ നിന്ന് നിരവധി കാര്യങ്ങൾ നാം പഠിക്കുന്നു. അതിനെ ഒരു പഠിതാവിന്റെ മനോഭാവത്തോടെ നോക്കിക്കണ്ടാൽ നിരവധി പാഠങ്ങൾ ഓരോ ദിവസവും നമുക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഓരോ കൗതുകങ്ങളെയും ഓരോ പരീക്ഷണങ്ങളായി മാറ്റുക. ആകാശത്ത് സ്വതന്ത്രമായി പറക്കുന്ന പക്ഷികൾ മനുഷ്യനിൽ എന്നും കൗതുകമുണർത്തിയിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് മനുഷ്യർക്കും ഇതേപോലെ പറന്നുകൂടാ എന്ന് എപ്പോഴും മനുഷ്യർ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. റൈറ്റ് ബ്രദേഴ്സിനെ വിമാനത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചതും ഇതേ കൗതുകമായിരുന്നു. എന്നാൽ ഇന്ന് യുദ്ധത്തിലും സദാ നിത്യേന യാത്രകളിലും നാം ഉപയോഗിക്കുന്ന വിമാനം 1-2 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടായതല്ല. നിരവധി പരീക്ഷണങ്ങൾ അതിന് പിന്നിലുണ്ടായിരുന്നു. വിമാനം പറത്തുക എന്ന തങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കുന്നതിനായി നിരവധി പരീക്ഷണങ്ങൾ റൈറ്റ് ബ്രദേഴ്സ് തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അതിൽ നിന്ന് പുതിയ അറിവുകൾ അവർ നേടി. നിരവധി പരീക്ഷണങ്ങൾക്കൊടുവിൽ 1903 തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി അവർ മാറ്റി. നാം നിത്യജീവിതത്തിൽ നടത്തുന്ന ഓരോ പരീക്ഷണവും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടുത്താനായി സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് പകരം ഓരോ ദിവസവും ചായ കുടിക്കുമ്പോൾ അതിൽ നിന്ന് 1 സ്പൂൺ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക എന്ന ചെറിയ പരീക്ഷണം നടത്താവുന്നതാണ്.
ഇത് വർഷത്തിൽ ഷുഗറിന്റെ അളവ് കുറയ്ക്കാൻ നമ്മെ സഹായിക്കും. എന്റെ ലൈഫ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യും എന്ന ചിന്തയിൽ ആശങ്കപ്പെടാതെ ഇന്ന് എനിക്ക് പുതിയതായി എന്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുക. വലിയ മാറ്റങ്ങൾ പലപ്പോഴും നമ്മളെ സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കും. എന്നാൽ ഇത്തരം ചെറിയ പരീക്ഷണങ്ങൾ പരാജയത്തിന്റെ ഭയമോ സമ്മർദ്ദങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കും. വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ അവയെ ചെറിയ പരീക്ഷണങ്ങളായി മാറ്റുക. പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നമുക്ക് കോൺഫിഡൻസ് നൽകും, ഭയം കുറയ്ക്കും, പതിയെ ക്ലാരിറ്റി നേടാൻ കഴിയും. ടൈനി എക്സ്പെരിമെന്റ് നമ്മെ പഠിപ്പിക്കുന്നത് ചെറിയ പരീക്ഷണങ്ങൾ തന്നെ ജീവിതത്തിലെ മാറ്റം വരുത്താൻ പര്യാപ്തമാണ്. ടൈനി എക്സ്പെരിമെന്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾ എന്താണ് ഇന്ന് പുതിയതായി എക്സ്പെരിമെന്റ് ചെയ്യുക എന്നത് കമന്റ് ചെയ്യുക.